ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ഉണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. രാവിലേക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അതിലേക്ക് ആവശ്യമായത് ഒരു ചട്ടി വെച്ച് കൊടുത്ത് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിൻ്റെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു ബീട്രൂട്ട് ചോപ്പ് ചെയ്തെടുത്താണ് അതും ചേർത്ത് കൊടുക്കട്ടോ. നല്ല പോലെ തിളപ്പിച്ചെടുക്കട്ടോ. 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അത് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം അതിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. നല്ലപോലെ വാട്ടിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെക്കാം കേട്ടോ. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. ചൂടുണ്ടാവുമ്പോൾ ഒന്ന് വെള്ളത്തിൽ തൊട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രസ്സിൽ അമർത്തിയെടുക്കാം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അത് പരത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നൈസായി പരത്തിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെയാണെങ്കിലും ബീഫ് കറിയുടെ കൂടെ ഏത് കറിയാണെങ്കിലും കറി കുഴപ്പമൊന്നും ഏത് കറിയാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റിയായൊരു പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ. ആരാ വെറൈറ്റി ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് എപ്പോഴും നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെറൈറ്റി ആയതുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. ആരെങ്കിലും ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം. കമൻറ്റിൽ ഇടണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഷെയറും ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒറ്റ സുഹൃത്തുക്കൾക്കൊക്കെ.